കോട്ടയം കടുത്തുരുത്തിയിൽ ഓൺലൈൻ തട്ടിപ്പ്. വൈദികരിൽ നിന്ന് 1 കോടിയിലധികം രൂപ തട്ടിയെടുത്തു. ഓൺലൈൻ മൊബൈൽ ട്രേഡിംഗ് ആപ്ലിക്കേഷനിലൂടെ അമിത ലാഭം വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. MM രാകേഷ് ചേരുന്നു. ഗുഡ് മോർണിംഗ് MM രാകേഷ്. ഓൺലൈൻ തട്ടിപ്പ് വീണ്ടും സംഭവിക്കുകയാണല്ലോ. വൈദികരിൽ നിന്ന് എങ്ങനെയാണ് ഈ മൊബൈൽ ട്രേഡിംഗ് ആപ്പിലൂടെ അദ്ദേഹത്തെ കബളിപ്പിച്ച് ഇത്രയധികം പണം തട്ടിയത്? സുജയ, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിലാണ് 3 ദിവസം മുൻപ് വൈദികൻ പരാതി നൽകിയിട്ടുള്ളത്. കാസർഗോഡ് സ്വദേശിയാണ് ഈ വൈദികൻ. ഓൺലൈൻ മൊബൈൽ ട്രേഡിംഗ് ആപ്ലിക്കേഷനിലൂടെ അമിത ലാഭം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ 1,41,00,000 രൂപ ഇദ്ദേഹത്തിൻ്റെ പക്കലിൽ നിന്നും തട്ടിയെടുത്തിട്ടുള്ളത്. കടുത്തുരുത്തി CA ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഏകദേശം 28 ലക്ഷത്തോളം രൂപ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അതായത് പെട്ടെന്ന് തന്നെ ഈ പരാതി ലഭിച്ച ഉടനെ തന്നെ ചെയ്യുന്ന ബാങ്കിൻ്റെ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ബാങ്ക് അധികൃതരുമായി പോലീസുമായി ഉണ്ടാക്കിയിട്ടുള്ള ഓൺലൈൻ തട്ടിപ്പ് തടയുന്നതിനുള്ള ചില നടപടിക്രമങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായി 28 ലക്ഷം രൂപ മാത്രം ഫ്രീസ് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റെല്ലാം തന്നെ വിവിധ അക്കൗണ്ടുകളിലേക്കായാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ തുടർ നടപടികൾ, ആ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തു വരുന്നു. നോർത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് സംഘം ഉള്ളത് എന്നുള്ളതാണ് CI നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അദ്ദേഹം വീട് പണിക്ക് വേണ്ടി വെച്ചിട്ടുള്ള തുക, ഒപ്പം തന്നെ കൂട്ടുകാരിൽ നിന്ന് സമാഹരിച്ചിട്ടുള്ള തുക, ഈ ഒരു തട്ടിപ്പിൻ്റെ രീതി എന്ന് പറയുന്നത് തുടക്കഘട്ടത്തിൽ നമുക്ക് വലിയ അളവിൽ തുക ലഭിക്കും. പിന്നീട് അതിനുശേഷം വീണ്ടും തുക നിക്ഷേപിക്കാൻ ആവശ്യപ്പെടും. അങ്ങനെ അമിത ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സുഹൃത്തുക്കളിൽ നിന്നും അല്ലാതെയും ഒക്കെയായി സംഘടിപ്പിച്ച 1,41,00,000 രൂപ ഇത്തരത്തിൽ മൊബൈൽ ഓൺലൈൻ ട്രേഡിംഗ് ആപ്പിൽ നിക്ഷേപിച്ച് ഇദ്ദേഹത്തിന് പണം നഷ്ടപ്പെട്ടിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു MM രാകേഷ്.